എത്രാമത്തെ, അവൾ നിന്നെ എത്രാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത്? ഇത് എത്രാമത്തെ ചായ? നീ ഇത് എത്രാമത്തെ വട്ടമാണ് ഇത് നോക്കുന്നത്? ഈ പേജ് എത്രാമത്തെയാ? ഇങ്ങനെ എത്രാമത്തെ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു വാക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ അതിനെ ആ സാഹചര്യം അനുസരിച്ച്, ആ സന്ദർഭം അനുസരിച്ച് വാക്കുകൾ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവൾ എത്രാമത്തെ വട്ടമാണ് നിന്നെ വിളിക്കുന്നത്? വിച്ച് ടൈം, അല്ലെങ്കിൽ നമുക്ക് ഹൗ മെനി ടൈംസ്, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാനേ. വിച്ച് ടൈം ഈസ് ഷീ കോളിംഗ്? ഹൗ മെനി ടൈംസ് ഹാസ് ഷീ കോൾഡ്? ഇതും അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഫോർത്ത് ടൈം, ഇത് ഫോർത്ത് ടൈം ആണോ എന്ന് ക്വസ്റ്റ്യൻ പോലെ അങ്ങോട്ട് ചോദിക്കാം. അല്ലെങ്കിൽ അവർ പറയില്ല ഇത് സെക്കൻഡ് ടൈം ആണെന്ന് പറയും. പ്രശ്നം സോൾവ് ആയില്ലേ? അപ്പോൾ അത് സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇത് എത്രാമത്തെ ചായയാണ്? വിച്ച് കപ്പ് ഓഫ് ടീ ഈസ് ദിസ്? വിച്ച് കപ്പ് ഓഫ് ടീ ഈസ് ദിസ് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഈസ് ദിസ് യുവർ സെക്കൻഡ് ടീ? നോ, ഫസ്റ്റ് ടീ. പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ നമ്മുടെ എത്രാമത്തെ എന്ന് പറയാൻ പ്രത്യേകിച്ചൊരു വാക്കില്ല. നമ്മൾ ആ സന്ദർഭം അനുസരിച്ചിട്ട് ഉപയോഗിക്കണം. അതിനെ നമ്മൾ വിച്ച് ഉപയോഗിക്കാം, ഹൗ മെനി ടൈംസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നും പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്ന രൂപേണയും നമ്മൾ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ആള് പറയും നോ, സെക്കൻഡ്. പ്രശ്നം തീർന്നില്ലേ? നമുക്കിത് മാത്രമേ അറിയേണ്ടതുള്ളൂ. അപ്പൊ ടെൻഷനൊന്നും ആവണ്ട. എത്രാമത്തെ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബൈ ബൈ.